പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ പോകണം കേട്ടോ. ചുറ്റിലും മഞ്ഞ് മൂടി കിടക്കുന്ന പൈൻ ട്രീസ്, സ്നോമാൻ, ലോട്ട്സ് ഓഫ് ഹോട്ട് ചോക്ലേറ്റ് വിത്ത് മാഷ്മെല്ലോ ടോപ്പിംഗ്സ്. റെയിൻഡിയറിനെ കണ്ടിട്ടുണ്ടോ? നമുക്കൊന്ന് ഫിൻലൻഡ് ഇറങ്ങി വന്നാലോ? പിന്നെ അറോറയും കാണണ്ടേ നമുക്ക്? 2 വർഷത്തെ പ്ലാനിങ്ങിന് ശേഷം ഞങ്ങൾ അങ്ങനെ ഫൈനലി ഫിൻലൻഡിൽ ലാൻഡ് ചെയ്തു. എയർക്രാഫ്റ്റിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നമുക്ക് ആ ടെമ്പറേച്ചർ ഡിഫറൻസ് മനസ്സിലാക്കി. നല്ല കുളിരുണ്ടായിരുന്നു. പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ ആ തണുപ്പ് വല്ലാതെ അങ്ങോട്ട് കൂടി. കാര്യം മഞ്ഞും ഫ്രോസ്റ്റുമായിട്ട് കിടക്കുകയാണ് നമ്മുടെ വിൻഡോസും ഫ്ലോറും എല്ലാം. സന്തോഷം കൊണ്ട് ഞങ്ങൾ ശരിക്കും താഴ്ത്തു നിന്നില്ല പറഞ്ഞില്ല, ഞങ്ങൾ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടികളെ പോലെ. ഈ എയർപോർട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്രയും ലോങ് ആയിട്ടുള്ള എസ്കലേറ്റർ ഞങ്ങളുടെ കണ്ണിൽ പെടുന്നത് കേട്ടോ. ഏതാണ്ട് 50 മീറ്റേഴ്സിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടെർമിനലിൽ നിന്നും അണ്ടർഗ്രൗണ്ടിലുള്ള ട്രെയിൻ സ്റ്റേഷൻ വരെ ഒരൊറ്റ സ്ട്രെച്ചിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അതൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് ഞങ്ങളുടെ ബാഗൊക്കെ കെട്ടിപ്പറക്കിയെടുത്ത് ഒരു ഊബർ വിളിച്ച് നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോവുകയാണ്. പല്ലൊക്കെ കൂട്ടി അങ്ങോട്ട് അടിക്കാമെന്ന് കേട്ടിട്ടേ ഉള്ളൂ വെച്ചാൽ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സംഭവം പക്ഷേ അടിപൊളി ഫീലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അക്കോമഡേഷനിൽ ചെക്ക് ഇൻ ചെയ്ത് ബാഗൊക്കെ സെറ്റാക്കി വെച്ച് ഞങ്ങൾ നേരെ പോയത് വേറെ എവിടേക്കും അല്ല, തൊട്ടടുത്തുള്ള ഗ്രോസറി സ്റ്റോറിലേക്കാണ്. അത്യാവശ്യം വേണ്ട ചോറും പാലും തൈരും മുട്ടയൊക്കെ ഞങ്ങൾ വാങ്ങി. കാര്യം ഇന്ത്യൻ ഫുഡ് ഇല്ലാതെ നമുക്ക് ഒത്തിരി ദിവസം സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയായിരുന്നു. അപ്പോൾ ഫിൻലൻഡിലെ ഗ്രോസറി സ്റ്റോറിൽ പോകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വെജിറ്റബിൾ എടുക്കുമ്പോഴും അതിന് തൊട്ടടുത്തുള്ള നമ്പർ നമ്മൾ നോട്ടീസ് ചെയ്യണം. എന്നിട്ട് അത് ഈ സ്കെയിലിംഗ് മെഷീനിൽ വന്ന് വെയ് ചെയ്ത് അതിൻ്റെ ബാർകോഡ് നമ്മൾ ആ കവറിൽ ഒട്ടിച്ച് വെക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ഈ കൗണ്ടറിൽ പോകുമ്പം അവർക്കത് ബില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രോസറി ബാഗുകളും തങ്ങി പിടിച്ച് ഞങ്ങളുടെ അക്കോമഡേഷനിലേക്ക് നടക്കുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം റെയിൻ ജാക്കറ്റ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഏതാണ്ട് ഉച്ചയായിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാലും ചുറ്റിലും നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 7 മണി കഴിഞ്ഞ ഒരു പ്രതീതിയാണ് കേട്ടോ. എന്തായാലും വീട്ടിലെത്തി നല്ലൊരു ഷവറൊക്കെ എടുത്ത് ഞങ്ങളത് അടുത്തത് എവിടേക്കാണ് പോകണമെന്ന് അറിയോ? എവിടേക്കും അല്ല, കുറേ നാൾ കാത്തിരുന്നു നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക്. അതിന് പുറത്തെത്തിയപ്പോൾ തന്നെ ഇജാതി വൈബായിരുന്നു. ക്രിസ്മസ് ലൈറ്റ്സും തണുപ്പും നല്ല ഫുഡിൻ്റെ മണവും ബീനിയും ജാക്കറ്റും എൻ്റെ പൊന്നോ, ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരുന്നു അത് കേട്ടോ. പിന്നെ ചുറ്റിലും നിറയെ കടകളും കുട്ടി ക്രാഫ്റ്റ് ഐറ്റംസും ആർട്ടിസൻ പ്രൊഡക്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ക്യൂട്ട് വീടൊക്കെ എഡിബിളാണ് കേട്ടോ. അതെ, ഈ വീടുകളെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും. ഇതിനെ ജിഞ്ചർ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ഹൗസസ് ആണെന്നാണ് ഇവർ പറയുന്നത്. വാക്കുകൾ പറഞ്ഞ് തീർക്കാൻ പറ്റില്ല, അത്രമാത്രം അടിപൊളി വൈബായിരുന്നു ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. യൂറോപ്പിലെ ക്രിസ്മസ് മാർക്കറ്റ്സ് നമ്മൾ വൺസ് ഇൻ ലൈഫ് ടൈമിൽ നമ്മൾ പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വിൻ്ററും തണുപ്പും ഒക്കെ ഇഷ്ടമാണെങ്കിൽ. നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തെങ്കിലും ഹോട്ടായിട്ടുള്ള ഡ്രിങ്ക് കിട്ടുമെന്ന് നോക്കുമായിരുന്നു, പ്രത്യേകിച്ച് ഹോട്ട് ചോക്ലേറ്റ്. യൂറോപ്യൻ ഹോട്ട് ചോക്ലേറ്റ് നമ്മുടെ ഓസ്ട്രേലിയൻ ഹോട്ട് ചോക്ലേറ്റ് ആയിട്ട് ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. ആൻഡ് ഇറ്റ്സ് റിയലി യം. അങ്ങനെ ഞാനൊരു ഹോട്ട് ചോക്ലേറ്റും നിഖിലൊരു ഗ്ലോഗിയും അവിടെ നിന്ന് ഓർഡർ ചെയ്തു കേട്ടോ. ഈ ഗ്ലോഗി എന്ന് പറയുന്നത് ഫിൻലൻഡിലെ ഒരു ഹോട്ട് സ്പൈസ്ഡ് ആയിട്ടുള്ള വൈനാണ്. ആൻഡ് ഫിന്നിഷ് ക്രിസ്മസിൻ്റെ ഒരു വൺ ഓഫ് ദ ട്രഡീഷൻസ് ആണ് ഗ്ലോഗി. ഇത് സാധാരണ വൈനിനെ പോലെയല്ല, ഇത് ചൂടുള്ള വൈനാണ്. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ എന്ത് കിട്ടിയാലും ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് അത് മുഴുവൻ അകത്താക്കിയതേ അടുത്ത കടകൾ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം ഞങ്ങളവിടെ ചുറ്റിത്തിരിഞ്ഞ് നടന്നപ്പോഴാണ് അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കുട്ടി പൈൻ കോണുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള തൊപ്പി വെച്ച നോം. പിന്നെ ഒന്നും നോക്കിയില്ല, 4-5 ചറപ്പറാന്ന് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി വാങ്ങി. അങ്ങനെ അതും വാങ്ങിയതേ ഞങ്ങൾ കുട്ടികളെ പോലെ ഈ കരൗസലിൻ്റെ മുന്നിൽ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ചാടി കയറി ഒരു കുതിരയുടെ മുകളിൽ ഞങ്ങൾ 2 പേരും കൂടി ഇരുന്നു. സമയം വെറും ഒരു നമ്പറാണെന്ന് എപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് പ്രാക്ടിക്കലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. ഒന്നും സംഭവിച്ചില്ല, അടിപൊളിയായിട്ട് ഞങ്ങൾ അതിൽ കുറച്ച് നേരം കറങ്ങി അടിച്ച് ഒരു ഫൈനൽ ടാറ്റ ബൈ ബൈ നമ്മുടെ ഹെൽസിങ്കിയിലെ ക്രിസ്മസ് മാർക്കറ്റിനോട് പറഞ്ഞു. ഇന്നത്തെ ഡേ ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഒരു കാര്യം കൂടെ ചെയ്യണമായിരുന്നു. വേറെ ഒന്നുമല്ല, ഈ സ്കൂട്ടർ ഒന്ന് ഓടിച്ചു നോക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പണം പോട്ടെ പ്രതാപം വരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പൈസ എണ്ണിക്കൊടുത്ത് ഞങ്ങൾ ഈ 2 സ്കൂട്ടർ ഇതുപോലത്തെ വാങ്ങിയിട്ടോ. പിന്നെ അതുമ്മ കിടന്ന് നടക്കലായിരുന്നു കുറച്ച് നേരം. ഇങ്ങനത്തെ കുട്ടി കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് 2 പേർക്കും മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്നത് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് ഏതാണ്ട് ഒരു 8 മണിയോടെ ഞങ്ങൾ ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷനിലെത്തി. നമുക്ക് ഇവിടുന്ന് സാന്റ എക്സ്പ്രസ് ട്രെയിൻ ക്യാച്ച് ചെയ്യാനുള്ളതാണ്. എവിടേക്ക് പോകാനാണെന്നറിയോ? നമ്മുടെ റൊവനിയമിയിലേക്ക് പോവാം. അങ്ങനെ പെട്ടികളെല്ലാം ഒരു വിധത്തിൽ എടുത്ത് ഞങ്ങളുടെ റൂം അവസാനം കണ്ടുപിടിച്ചു കേട്ടോ. സാന്റ എക്സ്പ്രസ്സിൽ നമുക്ക് ചെയറും അവൈലബിൾ ആണ്, അതുപോലെ സ്ലീപ്പിംഗ് ക്യാബിനും അവൈലബിൾ ആണ്. രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ സ്ലീപ്പിംഗ് ക്യാബിനാണ് എടുത്തത് കേട്ടോ. സംഭവം കിടിലനായിരുന്നു. ഭയങ്കര സ്പേഷ്യസ് അല്ലെങ്കിലും 2 പേർക്ക് സുഖമായിട്ട് കിടക്കാനുള്ള സ്ഥലവും പിന്നെ ചെറിയൊരു വാഷ് ബേസിനും
ലഗേജ് വെക്കാനുള്ള സ്പേസും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ പോരാത്തതിന് ദേ ഈ കുട്ടി വിൻഡോയും. സംഭവം കളറായില്ലേ അപ്പോൾ. പിന്നെ വേഗം നമ്മൾ സെറ്റിലായി. ഈ വിൻഡോയിലൂടെ ദേ പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് നമ്മുടെ വിശപ്പിൻ്റെ വിളി വന്നത്. അങ്ങനെ തൊട്ടപ്പുറത്തുള്ള ബോഗിയിലെ കഫേ ഒന്ന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം കിടിലനായിരുന്നു കേട്ടോ. നിറയെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. സാൻഡ്വിച്ച്, ക്രോസോൺ, ബിസ്ക്കറ്റ്, കുക്കി, പിന്നെ ജ്യൂസ്, കോക്ക്, വാട്ടർ, അങ്ങനെ പലവിധ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ക്രോസോണും ഒരു ഹോട്ട് ചോക്ലേറ്റും ഡിന്നറായി കഴിച്ച് ഞങ്ങൾ അന്നത്തെ ദിവസം ഗുഡ് നൈറ്റ് പറഞ്ഞു. പിറ്റേ ദിവസം കാലത്ത് എണീറ്റപ്പം കണ്ട വ്യൂ ആണ് കേട്ടോ ഇത്. എന്താ പറയണ്ടേന്ന് അറിയില്ല. വല്ലാത്തൊരു സന്തോഷമായിരുന്നു. മഞ്ഞ് മൂടി കിടക്കുന്ന പൈൻ ട്രീകളും അതുപോലെ റൂഫിൽ മുഴുവൻ മഞ്ഞായി കിടക്കുന്ന ഇവിടുത്തെ വുഡൻ വീടുകളൊക്കെ ഒരു വല്ലാത്ത അനുഭൂതി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്ന മഞ്ഞ് നമ്മൾ റൊവന്യമി എത്താറായി എന്നുള്ളതിൻ്റെ ഒരു സൈനും കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ. ചുറ്റിലും സ്നോ ആയിരുന്നു. പിന്നെ ഇവിടെ സ്ലിപ്പറി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്നോ ഷൂയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഞങ്ങൾ ശരിക്കും മഞ്ഞ് തൊട്ടറിയുന്നത് യൂറോപ്പിൽ. അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങളുടെ അക്കോമഡേഷനിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ക്യാബിനാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഇവർ ഓൾറെഡി നമുക്ക് വേണ്ടിയിട്ട് ഹീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇലക്ട്രിക് ബ്ലാങ്കറ്റ്സ് മാട്രസിൽ ഓൾറെഡി സെറ്റായിരുന്നു. പോരാത്തതിന് അഡീഷണലായിട്ട് നമുക്ക് ഫയർവുഡും തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്യാബിൻ്റെ അകത്ത് നമ്മുടെ ബാഗൊക്കെ വെച്ച് ഞങ്ങൾ ആദ്യം ഓടിയത് പുറത്തൊക്കെയാണ്. വേറെ ഒന്നിനുമല്ല, നമ്മൾ ഇത്ര നാളെ കാത്തിരുന്ന നമ്മുടെ സ്നോമാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് കാരണം ശരിക്കും പുറത്തുണ്ടായിരുന്ന കാറ്റും തണുപ്പും ഒന്നും നമ്മൾ അറിഞ്ഞത് തന്നെ ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്നോമാൻ്റെ ബേസ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ ഇപ്പോൾ. അങ്ങനെ അതൊരു വിധത്തിൽ ഞങ്ങൾ തട്ടിക്കൂട്ടി ഒരു കുട്ടി തലയും കൂടെ ഒപ്പിച്ച് വെച്ചു കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് ഒരു സ്നോമാൻ്റെ ഷേപ്പും ഭംഗിയൊക്കെ വരുന്നുണ്ട്. പിന്നെ 2 കൈയും 2 കണ്ണും ഒക്കെ വെച്ചു കൊടുത്തു. പിന്നെ ഫൈനൽ ടച്ചപ്പിന് വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം ബീനി ഞാൻ തലയിൽ നൂരി സ്നോമാനെ ഡെഡിക്കേറ്റ് ചെയ്തു. പോരാത്തതിന് സ്കാർഫും ഞങ്ങൾ എടുത്ത് ആളുടെ കഴുത്തിലൊന്ന് ഇട്ട് കൊടുത്തു. ആഹാ, എന്താ ഭംഗി ഇപ്പോൾ കാണാൻ. ഈ കലാസൃഷ്ടിയിൽ ശരിക്കും ഇപ്പോൾ വല്ലാത്തൊരു അഭിമാനം തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം സ്നോയിലൊക്കെ കളിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് സാന്റാക്ലോസ് വില്ലേജിലേക്കാണ് കേട്ടോ. ബെന്യമി ഫിൻലൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കേൾക്കുന്ന സ്ഥലമാണ്. സാന്റാക്ലോസിൻ്റെ ഒറിജിൻ ആണ് എന്നൊക്കെ പറയുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അവിടെ എന്താണ് ഇരിക്കുന്നതെന്നുള്ളതൊന്ന് പോയി കാണാം എന്ന് വിചാരിച്ചു. സംഭവം കിടിലൻ വൈബായിരുന്നു കേട്ടോ. ആദ്യമേ തന്നെ ഞങ്ങൾ പോയത് സാന്റാക്ലോസിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു വലിയ കവാടം പോലത്തെ വാതിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തുറന്ന് ഞങ്ങൾ പതുക്കെ അകത്ത് കൂടെ ഇങ്ങനെ നടന്ന് എത്തിയപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. വലിയൊരു ക്യൂ ഉണ്ട് അവിടെ സാന്റനെ കാണാനായിട്ട്. മെയിൻലി കുട്ടീസാണ് കേട്ടോ കാത്തു നിൽക്കുന്നത്. അങ്ങനെ ആ കൂട്ടത്തിൽ അടുത്ത 2 കുട്ടികളെ പോലെ ഞങ്ങളും കൈ കോർത്ത് സാന്റനെ കാണാൻ വെയിറ്റ് ചെയ്യാണ്. പക്ഷെ ആ വെയിറ്റ് വർത്തായിരുന്നു. അകത്ത് കടന്നതും ഇരിക്കുന്നു ഒരു നറുപുഞ്ചിരിയോടെ നമ്മുടെ സാന്റാക്ലോസ്. നമ്മുടെ പേരും നമ്മൾ എവിടുന്നാണ് വരുന്നത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആൾ ചോദിച്ച് അവസാനം ഞങ്ങൾ അടിപൊളി ഒരു ഫോട്ടോയും അവിടെ നിന്ന് എടുത്തു. അങ്ങനെ സാന്റനെ കണ്ട് ഇറങ്ങിയതോടെ ഞങ്ങളുടെ വിശപ്പിൻ്റെ അസുഖം വീണ്ടും പൊങ്ങി വരാൻ തുടങ്ങി. പിന്നെ നേരെ അവിടെയുള്ള കഫേയിൽ വിട്ട് 2 ഹോട്ട് ചോക്ലേറ്റ് അങ്ങോട്ട് ഓർഡർ ചെയ്തു. സാന്റാക്ലോസ് വില്ലേജിൽ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ്. ഭയങ്കര യമ്മായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ നമ്മുടെ ആർട്ടിക് സർക്കിളിലും ഒന്ന് പോയി അങ്ങോട്ടേക്കൊന്ന് കാലും എടുത്ത് വെച്ചു. ഇവിടുത്തെ ക്രിസ്മസ് ഉണ്ടല്ലോ ശരിക്കും വേറെ ലെവലാണ്. നമ്മൾ ഓസ്ട്രേലിയയിലും നമ്മുടെ ഇന്ത്യയിലും ഒക്കെ കാണുന്ന ഒരു ക്രിസ്മസേ അല്ല. ആത്തൊരു ഫെസ്റ്റീവ് മൂഡാണ് കേട്ടോ ശരിക്കും ഇവിടുത്തെ ക്രിസ്മസ് നമുക്ക് തരുന്നത്. പോരാത്തതിന് നമ്മൾ ശരിക്കും കുട്ടികളായി പോകും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. അങ്ങനെ അവിടെ കുറച്ച് നേരം ഞങ്ങൾ കളിച്ച് നടന്ന് അവസാനം വീട്ടിൽ പോയി അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ അഡീഷണൽ ലെയർ ഓഫ് ക്ലോത്തിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ ഇന്ന് ഫുൾ ഡേ പുറത്ത് മഞ്ഞിലായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മളിത് പോകുന്നത് ലാപ്ലാൻഡ് വിൻ്റർ പാർക്കിലേക്കാണ്. അപ്പം ഞങ്ങൾ കയറി ഉടനെ തന്നെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി. നമ്മളപ്പോൾ എടുത്ത ടിക്കറ്റ് 69 യൂറോൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ടിക്കറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് അതിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആയിരിക്കും, കൈൻഡ് ഓഫ് പാക്കേജ് പോലെ. അപ്പോൾ നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കേജാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതോടെ നമ്മളൊരു മാജിക്കൽ ലാൻഡിലെത്തിയൊരു ഫീലായിരുന്നു. ബ്രെത്ത് ടേക്കിംഗ് വ്യൂ എന്നൊക്കെ പറയില്ലേ, എൻ്റെ ദൈവമേ, ചുറ്റിലും സ്നോ ആണ്.
പിന്നെ മരങ്ങളിലാണെങ്കിലോ ഈ സ്നോ വന്ന് വീണ് വീണ് വെള്ള കളറിലാണ് നിൽക്കുന്നത്. ശരിക്കും ഒരു മാജിക്കൽ ലാൻഡിൽ വന്ന പോലെ. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ചെറിയ ഏരിയയിൽ കുറേ റെയിൻഡിയേഴ്സ് ഉണ്ട് കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള റെയിൻഡിയേഴ്സ് ആയിരുന്നു കേട്ടോ ഇവർ. ഞങ്ങൾ കണ്ടപ്പോഴത്തേക്കും അടുത്തേക്ക് വന്നു. ഫുഡ് എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അപ്പോൾ ഈ റെയിൻഡിയേഴ്സിൻ്റെ കെയർ ടേക്കർ ഞങ്ങളുടെ അടുത്ത് പറയായിരുന്നു ഇവരുടെ ആൻറ്റ്ലേഴ്സ് ഉണ്ടല്ലോ, അതായത് ഈ കൊമ്പ് പോലെയുള്ളത്, അത് എവറി ഇയറിൽ ഇവർ ഷെഡ് ചെയ്യും അത്രേ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ബേസിൽ നിന്ന് വീണ്ടും വളർന്നു വരികയാണ്. അതുപോലെ ഈ ആൻറ്റ്ലേഴ്സ് ഷെഡ് ചെയ്യുന്നത് ഫീമെയിൽസും മെയിൽസും ഡിഫറെൻറ്റ് സീസണിലാണ്. ഫീമെയിൽസ് സ്പ്രിങ്ങിലും, അതായത് അവർ ഡെലിവറി കഴിഞ്ഞിട്ടും, മെയിൽ റെയിൻഡിയേഴ്സ് മേറ്റിംഗ് സീസൺ കഴിഞ്ഞ ഉടനെ, അതായത് വിൻ്ററിന് ജസ്റ്റ് മുന്നേ ആയിട്ടും ആണ് ഇവർ ആൻറ്റ്ലേഴ്സ് ഷെഡ് ചെയ്യുക. അങ്ങനെ റെയിൻഡിയേഴ്സിൻ്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തണുപ്പ് അകത്തോട്ട് നന്നായിട്ട് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ദേ കാണുന്ന കൂടാരത്തിൻ്റെ അകത്തേക്ക് ഞങ്ങൾ കയറി കേട്ടോ. ഇത് കൂടാരമൊന്നുമല്ല, ഇതിൻ്റെ പേര് ഫയർ ഹട്ട് എന്നാണ്. അപ്പോൾ ഉദ്ദേശം ഇത് തന്നെയാണ്. ഈ തണുപ്പ് ഭയങ്കരമായിട്ടുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് ഒന്ന് വാമപ്പ് ആവണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് ഫയറിൻ്റെ അടുത്തിരുന്നൊന്ന് ചൂടെടുക്കാം. അങ്ങനെ കുറച്ച് ചൂടെടുത്തപ്പോഴത്തേക്കും കുറുമ്പ് കാട്ടി നിഖിൽ മഞ്ഞിൽ കളിക്കാൻ തുടങ്ങിയിട്ടാ. കണ്ടു നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ മഞ്ഞിൻ്റെ നടുക്കിലേക്ക് എത്താൻ ആൾ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. കാരണം കാലിൻ്റെ മുട്ടിനേക്കാൾ മേലേക്ക് മഞ്ഞ് ഓൾറെഡി വീണ് കിടക്കുന്നുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം മഞ്ഞിൽ കളിച്ചു. നല്ലൊരു ഫൺ മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഇടയിൽ എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാൻ എൻ്റെ ഗ്ലൗസൊക്കെ ഒന്ന് അഴിച്ചു മാറ്റി സ്നോനെ കയ്യിലെടുക്കാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും വിവരം അറിയാൻ തുടങ്ങി. കൈയൊക്കെ ഭയങ്കരമായിട്ട് ഫ്രോസൺ ആവാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോകുമ്പം ഗ്ലൗസും അതുപോലെ സോക്സും നല്ല തിക്കായിട്ട് വിൻ്റർ സീസണിന് പറ്റുന്ന പോലത്തെ നമ്മൾ ധരിക്കണം. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ക്രോസ് കൺട്രി സ്കീയിങ്ങിനാണ്. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ ഈ സ്കീസിൽ കയറി നിൽക്കുക. കൂട്ടത്തിൽ നമുക്ക് സ്കീ പോൾസും കയ്യിൽ പിടിക്കാനായിട്ട് തരും. അത് പിടിച്ചുകൊണ്ട് നമ്മൾ പതുക്കെ വാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ആണ് ഇവർ ക്രോസ് കൺട്രി സ്കീയിങ് എന്ന് പറയാം. ഇത് നോർഡിക് കൾച്ചറിൽ ഒരു വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഇവരുടെ. സംഭവം ഫ്ലാറ്റ് ആയിട്ടുള്ള ലാൻഡിൽ നമുക്ക് നടക്കാനായിട്ട് ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ. ഈ പോളുള്ള കാരണം നമുക്ക് നല്ല ബാലൻസ് കിട്ടും. പക്ഷേ ചെറുതായിട്ടൊരു ബെൻഡും താഴത്തോട്ട് ഇങ്ങനെ സ്ലൈഡിങ് ഒക്കെ ഉള്ളൊരു ഭാഗത്ത് ഞാൻ ഇച്ചിരി വേർത്തായിരുന്നു. പക്ഷെ സംഭവം ഒരു കിടലിന് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇത് കഴിഞ്ഞതോടെ ഞങ്ങൾ ചറപറ ആക്ടിവിറ്റീസ് ആയിരുന്നു കേട്ടോ. നേരെ പോയത് കെറൗസൽ സ്ലെഡ്ജിങ് ചെയ്യാനാണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ റെയിൻഡിയർ സഫാരി ചെയ്യാനായിട്ട്. ഇതൊരു 15 മിനിറ്റിൻ്റെ വാക്കായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് അഡീഷണൽ ആയിട്ട് നമുക്കൊന്നും പേ ചെയ്യേണ്ടി വന്നില്ല. സ്ലെഡ്ജിൽ കയറിയിരുന്ന് ഇദ്ദേഹം പതുക്കെ പതുക്കെ നമ്മുടെ റെയിൻഡിയറിനെയും കൊണ്ട് നടക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബോറടിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം തന്നെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായി. കാര്യം 30 മിനിറ്റും 1 മണിക്കൂറിൻ്റെയൊക്കെ സഫാരി ഉണ്ടായിരുന്നു. അതിനൊക്കെ പോയിരുന്നെങ്കിലത്തെ അവസ്ഥ എന്തായിരുന്നേന്ന്. റെയിൻഡിയറിന് ഒരു ടാറ്റാ ബൈ ബൈ ഒക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ പോയത് സ്നോ സ്ലൈഡിങ് ചെയ്യാനാണ് കേട്ടോ. സ്നോ ട്യൂബിങ് എന്നും പറയും കേട്ടോ. സംഭവം ഒന്നുമില്ല, നമ്മുടെ ഡോണറ്റിൽ കയറിയിരുന്ന് നമ്മൾ കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള നാച്ചുറൽ സ്നോയിലൂടെ നമ്മൾ സ്ലൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. കാര്യം കുറച്ച് അഡ്രിനാലിൻ പമ്പിങ് ആണ്. പക്ഷെ എന്താ സുഖം എന്നറിയോ, തണുത്ത കാറ്റൊക്കെ മുഖത്ത് വന്ന് പതിക്കുമ്പോൾ അടിപൊളി ഫീലിംഗ് ആയിരുന്നു. ആകെപ്പാടെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോണറ്റ് നമ്മൾ തന്നെ താഴ്ത്തിയെത്തിക്കഴിഞ്ഞാൽ താങ്ങി പിടിച്ച് മുകളിലോട്ട് ആ കുന്ന് കയറി പോകണം എന്നുള്ളതാണ്. പക്ഷേ ആഗ്രഹം മൂത്ത് ഞങ്ങൾ 2-3 പ്രാവശ്യം ഇത് ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെയുള്ള ഒട്ടുമിക്ക റൈഡുകളെല്ലാം ഞങ്ങൾ ചെയ്ത് തീർത്തായിരുന്നു. അവസാനമായപ്പോഴത്തേക്കും ടയേർഡായി. പക്ഷേ അന്നത്തെ ദിവസം ഒരു ഹോട്ട് ചോക്ലേറ്റ് ഇവിടുന്ന് കുടിക്കാതെ നമുക്ക് ഡേ എൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവിടുത്തെ തൊട്ടടുത്തുള്ള കഫേയിൽ കയറി അസലായിട്ടൊരു ഹോട്ട് ചോക്ലേറ്റും കുടിച്ചു.
നിറയെ മാഷ്മെല്ലോസൊക്കെ അതിന് മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ പോവുകയാണെങ്കിൽ എന്തായാലും ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ് ട്രൈ ചെയ്യണേ. അങ്ങനെ ഇന്നത്തോടെ നമ്മുടെ റൊവന്യമി ഡേയ്സ് തീരാണ്. അപ്പം നമുക്ക് പാർട്ട് 2 ലെക്കി, കോലാരി സ്ഥലങ്ങളിൽ വെച്ച് കാണാൻ മറക്കരുത്. അവിടെയാണ് നമ്മുടെ അറോറ കാണാൻ പോണത്. അപ്പം ടാറ്റാ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ശരിക്കും ടാറ്റാ.